അടങ്ങണൂരാ. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്ത? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് ഒപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞി വെക്കും അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? ഓ, നാളെ എന്താഴ്ചയാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യും, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കഴിയാം. അങ്ങനെ അവനെ കൊണ്ട് ഒപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ നോക്കട്ടാ. കഞ്ഞി വെക്കാം, പക്ഷെ ചമ്മന്തി അടിക്കണം നിനക്കിട്ടത് വേണ്ട. എന്തെങ്കിലും നിസ്സാരമായിട്ട് തേങ്ങ അരച്ചിട്ട് കൂട്ടാൻ പറ്റാ. അങ്ങനെ വഴിക്ക് വന്നാൽ എല്ലാവർക്കും കൊള്ളാം. വൃത്തി കളിക്കരുത്. വൃത്തികേട് നീ കാണാതിരിക്കാനല്ലേ ഞാൻ കഥ കടച്ചത്. നീ എന്തിനാണ് പാടാൻ നോക്കണേ? ചേട്ടാ, ഇവർ ഇത്ര നേരം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കേറാൻ നോക്കാൻ ഓടിക്കരുതാ. ഒന്നിറങ്ങാൻ പറഞ്ഞേ, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ. പിന്നെ കക്കൂസിലല്ലേ ഇന്റർവ്യൂ. ഗോപാലകൃഷ്ണ, കുറച്ചേരം പുറത്തിറങ്ങിന്നേ. ഞാനിപ്പോ കയറിയതേ ഉള്ളൂ. മത്താച്ച എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൈയറത്തരും. അവർ ആവശ്യമുണ്ടായിട്ട് കയറിയിരിക്കുന്നതല്ല. സംശയം ഉണ്ടെങ്കിൽ കയറി നോക്കാം. ചേട്ടാ, ഒന്ന് കയറി നോക്കിയേ. പിന്നെ നിന്റെയൊക്കെ മരം പരിശോധിക്കല്ലേ എന്റെ ജോലി. ഓരൊക്കെ അവിടുന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. അന്ന് കരി മനസ്സിട്ടതായി എനിക്ക് പരിചയമൊന്നുമില്ല. അതല്ല, ഉടുതുണി ഉടുതുണി പ്രശ്നം വല്ലതുണ്ടെങ്കിൽ ഞാൻ പിന്നെ വരാം. പ്രശ്നമൊന്നുമില്ല. ഞങ്ങളൊരു നാടകത്തിന്റെ റിഹേഴ്സൽ നോക്കായിരുന്നു അല്ലേ? അതെ അതെ, ഈ ചവിട്ട് നാടകം. അതെ, ഞങ്ങളുടെ കുട്ടി ഇതാണ് ആശാൻ. ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നെഞ്ചത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവരറിയാം അല്ലടാ. കുഞ്ഞെന്തിനാ വന്നേ? നിങ്ങൾ ആരാ? ബാലകൃഷ്ണൻ. ഞാൻ താനിങ്ങോട്ട് വന്നേ.
ഏയ് കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ മുണ്ടെടുത്തില്ലേ? അയ്യോ അതല്ലേ, കണ്ടില്ലേ അവന്റെ തങ്ങോ? അതവന്റെ പെങ്ങളല്ലേ. ഉണ്ടാ ഞാൻ പ്ലാനിപ്പോൾ നോക്കിയിട്ട് വരാം.